ബീഹാർ ഗവർണർ രാംനാഥ് കോവിന്ദ് ബിജെപിയുടെ രാഷ്ട്രപതി സ്ഥാനാർത്ഥി. യുപിയിലെ കാൺപൂർ സ്വദേശിയാണ് രാംനാഥ് കോവിന്ദ്. സുഷമ സ്വരാജിനെ രാഷ്ട്രപതിയാക്കിയാൽ പിന്തുണയ്ക്കാമെന്ന മമതാ ബാനർജിയുടെ നിർദ്ദേശം ബിജെപി തള്ളി. കൂടുതൽ വിവരങ്ങളുമായി എം സന്തോഷ് ചേരുകയാണ്. സന്തോഷ്, സാധ്യതാ പട്ടികയിൽ ഒന്നും കേൾക്കാത്തൊരു പേരായിരുന്നു രാംനാഥ് കോവിന്ദിന്റേത്. ബിജെപിയുടെ ഈ നിലപാടിനു പിന്നിലുള്ള കാരണം എന്താണ്? മറ്റു വിശദാംശങ്ങൾ കൂടി. ഗ്രീഷ്മ, രാഷ്ട്രപതി തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആദ്യ ചർച്ചകളിൽ ഒന്നും തന്നെയും രാംനാഥ് കോവിന്ദിന്റെ പേര് ഉയർന്നു വന്നില്ല. ഇന്ന് ബിജെപി ആസ്ഥാനത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ബിജെപി പാർലമെന്ററി ബോർഡ് യോഗത്തിന് ശേഷമാണ് പാർട്ടി അധ്യക്ഷൻ അമിത്ഷാ രാംനാഥ് കോവിന്ദിന്റെ പേര് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. നിലവിൽ ബീഹാർ ഗവർണറാണ്. ഉത്തർപ്രദേശ് സ്വദേശിയായ രാംനാഥ് കോവിന്ദ് ബിജെപിയുടെ ദളിത് മോർച്ചയുടെ നേതാവ് കൂടിയാണ്. നേരത്തെ ദേശീയ അധ്യക്ഷ സ്ഥാനവും അതോടൊപ്പം തന്നെ 2 തവണ രാജ്യസഭാംഗമായും പ്രവർത്തിച്ചിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ ബിജെപിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പുറത്തു വന്നതോടുകൂടി പ്രതിപക്ഷ പാർട്ടി നേതാക്കളോട് ഉൾപ്പെടെ പ്രതികരണവും പുറത്തു വന്നിട്ടുണ്ട്. ദളിത് നേതാവാണ് എന്നുള്ളത് കൊണ്ട് രാംനാഥിന്റെ RSS രാഷ്ട്രീയം ഇല്ലാതാകുന്നില്ല എന്നാണ് സീതാറാം യെച്ചൂരി പ്രതികരിച്ചിട്ടുള്ളത്. പ്രതിപക്ഷ പാർട്ടികളുടെ തീരുമാനം ഈ മാസം 22 ചേരുന്ന യോഗത്തിന് ശേഷം പ്രഖ്യാപിക്കുമെന്നും യെച്ചൂരി വ്യക്തമാക്കി. അതേസമയം തന്നെ ബിജെപി സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കില്ല എന്നുള്ള സൂചനയാണ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് നേതാവ് മമതാ ബാനർജിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത്. രാജ്യത്ത് ഇതിലും പ്രമുഖരായ ദളിത് നേതാക്കൾ ഉണ്ടെന്നും രാംനാഥ് ഈ ബിജെപിയുടെ ദളിത് വിഭാഗത്തിന്റെ നേതാവാണ് എന്നുള്ളത് മാത്രമാണ് പ്രത്യേകതയെന്നും മമതാ ബാനർജിയും പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇനി പ്രതിപക്ഷത്തിന്റെ തീരുമാനത്തിലായാണ് കാത്തിരിക്കേണ്ടത്. 22 ചേരുന്ന യോഗത്തിന് ശേഷം മത്സരം ഉണ്ടാകുമോ എന്നതിനെ സംബന്ധിച്ച വ്യക്തത ലഭിക്കും. ഇന്ത്യയുടെ രാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി രാംനാഥ് കോവിന്ദിനെ തിരഞ്ഞെടുത്തു. മറ്റു വാർത്തകളിലേക്ക്. ആധാരങ്ങൾ ആധാറുമായി ബന്ധിപ്പിക്കണമെന്ന ഉത്തരവ് വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. അണ്ടർ സെക്രട്ടറി ഷിയോനാഥ് സിംഗിന്റെ ഒപ്പോടുകൂടിയാണ് ഉത്തരവ് പ്രചരിപ്പിച്ചത്. 1950 ശേഷമുള്ള എല്ലാ ആധാരങ്ങളും ആധാറുമായി ബന്ധിപ്പിക്കണമെന്നും ഓഗസ്റ്റ് 14 മുമ്പ് ബന്ധിപ്പിക്കാത്ത ബിനാമി സ്വത്തായി കണക്കാക്കുമെന്നുമായിരുന്നു ഉത്തരവായി പ്രചരിപ്പിച്ചത്. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. മനു ശങ്കർ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. മനു, ഇത്തരത്തിലൊരു വ്യാജ വിജ്ഞാപനത്തിനു പിന്നിൽ ആരാണ് എന്നതിനെക്കുറിച്ച് വ്യക്തമായ സൂചന ലഭിച്ചിട്ടുണ്ടോ? ഇന്ന് ഉച്ചയ്ക്ക് 1 മണിയോട് കൂടിയാണ് അണ്ടർ സെക്രട്ടറി ഷിയോനാഥ് സിംഗിന്റെ ഒപ്പോടുകൂടി കേന്ദ്ര സർക്കാരിന്റെ പേരിൽ ഒരു ഉത്തരവ് പ്രചരിച്ചത്. പ്രധാനമായും ഉത്തരവിൽ പറഞ്ഞിരുന്നത് ഈ ആധാരങ്ങളെല്ലാം ആധാറും അതോടൊപ്പം പാൻ കാർഡുമായി ബന്ധിപ്പിച്ചില്ലെങ്കിൽ ഈ ആധാരങ്ങളിലുള്ള വസ്തുവകകളെല്ലാം ബിനാമി സ്വത്തുക്കളായി കണക്കാക്കുമെന്നാണ് സൂചിപ്പിച്ചിരുന്നത്. അതിനാൽ തന്നെ 1950 ശേഷമുള്ള എല്ലാ ആധാരങ്ങളും ആധാറും അതോടൊപ്പം ഉടമസ്ഥന്റെ പേരിലുള്ള പാൻ കാർഡുമായി ബന്ധിപ്പിക്കണമെന്നും ഓഗസ്റ്റ് 14 മുമ്പ് ബന്ധിപ്പിച്ചില്ലെങ്കിൽ ഈ വസ്തുവകകളെല്ലാം ബിനാമി സ്വത്തുക്കളായി കണക്കാക്കുമെന്നും ബിനാമി സ്വത്തുക്കൾ കണ്ടെടുക്കുന്നതിന്റെ ഭാഗമായാണ് സർക്കാരിന്റെ ഈ നടപടി എന്നുമാണ് ഉത്തരവിൽ പറഞ്ഞിരുന്നത്. ഉത്തരവിൽ എല്ലാ സംസ്ഥാനങ്ങളിലെ സെക്രട്ടറിമാർക്കും ചീഫ് സെക്രട്ടറിമാർക്കും അതോടൊപ്പം ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർക്കും മറ്റു ഉദ്യോഗസ്ഥർക്കും ഈ ഉത്തരവ് കർശനമായി നടപ്പാക്കണമെന്ന നിർദ്ദേശവും ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ കേന്ദ്ര സർക്കാരിന്റേതായി പ്രചരിച്ച ഈ ഉത്തരവ് വ്യാജമെന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർ തന്നെ വ്യക്തമാക്കുന്നത്. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്നും കൃത്യമായ നടപടികൾ എന്നുമാണ് ആഭ്യന്തര മന്ത്രാലയം വിശദീകരണം നൽകുന്നത്. ഇത്തരമൊരു ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടില്ലെന്നും രാജ്യത്തെ ആധാറുകളെല്ലാം ഡിജിറ്റൽ വൽക്കരിച്ച് ഇത്തരമൊരു നടപടിയിലേക്ക് കടക്കാൻ ഇതുവരെ സർക്കാർ ആലോചിച്ചിട്ട് പോലുമില്ലെന്നാണ് ഇതിനുശേഷം 2 മണിക്കൂറിനും മറ്റും ശേഷം ദേശീയ തലത്തിൽ വലിയ ചർച്ചയായതിനെ തുടർന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർ വിശദീകരണം നൽകിയത്. ശരി. സ്വാമി ഗംഗേശാനന്ദ കേസിൽ പെൺകുട്ടി പ്രതിയുടെ അഭിഭാഷകൻ അയച്ച കത്തിനു പിന്നിൽ സംഘപരിവാർ ഗൂഢാലോചനയാണെന്ന് കാമുകൻ. പെൺകുട്ടി അന്യായ തടങ്കലിലാണെന്നും മോചിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് കാമുകൻ അയ്യപ്പദാസ് ഹൈക്കോടതിയിൽ ഹേബിയസ് കോർപ്പസ് ഹർജി ഫയൽ ചെയ്തു. ഹൈക്കോടതി പോലീസിന്റെ വിശദീകരണം തേടി. സ്വാമി ഗംഗേശാനന്ദ തന്നെ പീഡിപ്പിച്ചിട്ടില്ലെന്നും സ്വാമിയുടെ ലിംഗം മുറിച്ചത് തന്റെ സുഹൃത്ത് അയ്യപ്പദാസാണെന്നും ചൂണ്ടിക്കാട്ടി പെൺകുട്ടി സ്വാമിയുടെ അഭിഭാഷകന് കത്തയച്ചിരുന്നു. ഈ കത്തിനു പിന്നിൽ സംഘപരിവാർ ഗൂഢാലോചനയാണെന്ന് വ്യക്തമാക്കിയാണ് കാമുകൻ അയ്യപ്പദാസ് ഹർജി നൽകിയിരിക്കുന്നത്. നേരത്തെ പോലീസിനും കോടതിക്കും നൽകിയ മൊഴിക്ക് വിരുദ്ധമായ കാര്യങ്ങളാണ് കത്തിൽ പറയുന്നത്. ഇതിനു പിന്നിൽ സംഘപരിവാറാണ്. പെൺകുട്ടിയെ സ്വാമി കഴിഞ്ഞ മെയ് 19 ശാരീരികമായി പീഡിപ്പിച്ചിരുന്നു. അന്ന് പെൺകുട്ടി തന്നെയാണ് ലിംഗം മുറിച്ചത്. പെൺകുട്ടിയെ വീട്ടുതടങ്കലിൽ പാർപ്പിച്ചിരിക്കുകയാണ്. മെട്ടച്ചിറയിൽ അന്യായമായി പാർപ്പിച്ചിരിക്കുന്ന പെൺകുട്ടിയെ മോചിപ്പിക്കാൻ കോടതി ഇടപെടണമെന്നും അയ്യപ്പദാസ് സമർപ്പിച്ച ഹേബിയസ് കോർപ്പസ് ഹർജിയിൽ പറയുന്നു. സത്യം പുറത്തുവരാൻ പെൺകുട്ടിയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നു. ഹർജിയിൽ കോടതി പോലീസിന്റെ വിശദീകരണം തേടി. ഈ മാസം 26-ന് ഹർജി ഹൈക്കോടതി പരിഗണിക്കും. ന്യൂസ് ബ്യൂറോ, കൊച്ചി.
ജനനേന്ദ്രിയ മൂർച്ച സംഭവത്തിൽ സ്വാമി ഗംഗേശാനന്ദയുടെ ജാമ്യഹർജി പരിഗണിക്കുന്നത് പോക്സോ കോടതി നാളത്തേക്ക് മാറ്റി. ആരോഗ്യനില മോശമായതിനാൽ നിലവിൽ മെഡിക്കൽ കോളേജിൽ കഴിയുന്ന ഗംഗേശാനന്ദയ്ക്ക് ഒരാഴ്ച കഴിഞ്ഞ് ജാമ്യം നൽകിയാൽ മതിയെന്ന് പ്രതിഭാഗം കോടതിയെ അറിയിച്ചു. അന്വേഷണത്തിൽ ഇരിക്കെ പ്രതിക്ക് ജാമ്യം നൽകിയാൽ അത് കേസ് അന്വേഷണത്തെ ബാധിക്കുമെന്ന് ചൂണ്ടിക്കാട്ടി സർക്കാർ അഭിഭാഷകൻ ഗംഗേശാനന്ദയുടെ ജാമ്യഹർജിയെ ശക്തമായി എതിർത്തു. പെൺകുട്ടിയെ ബ്രെയിൻ മാപ്പിംഗിനും പോളിഗ്രാഫിനും വിധേയമാക്കണമെന്നാവശ്യപ്പെട്ട് പോലീസ് കോടതിയെ സമീപിച്ചു. എല്ലാ ഹർജികളിലും വാദം കേട്ട കോടതി കേസ് വിധി പറയുന്നതിനായി നാളത്തേക്ക് മാറ്റി. സ്വാമി ഗംഗേശാനന്ദയുടെ ജാമ്യഹർജി പരിഗണിക്കുന്നത് പോക്സോ കോടതി നാളത്തേക്ക് മാറ്റി. ആരോഗ്യനില മോശമായതിനാൽ നിലവിൽ മെഡിക്കൽ കോളേജിൽ കഴിയുന്ന ഗംഗേശാനന്ദയ്ക്ക് ഒരാഴ്ച കഴിഞ്ഞ് ജാമ്യം നൽകിയാൽ മതിയെന്ന് പ്രതിഭാഗം കോടതിയെ അറിയിച്ചു. ആരോഗ്യനില അറിയുന്നതിന് മെഡിക്കൽ റിപ്പോർട്ടുകൾ കോടതിയിൽ വിളിച്ചു വരുത്തണമെന്ന് പ്രതിഭാഗം ആവശ്യമുന്നയിച്ചെങ്കിലും കോടതി അത് അംഗീകരിച്ചില്ല. എന്നാൽ കേസ് വഴിത്തിരിവിലെത്തി നിൽക്കെ പ്രതിക്ക് ജാമ്യം നൽകിയാൽ അത് കേസന്വേഷണത്തെ ബാധിക്കുമെന്ന് ചൂണ്ടിക്കാട്ടി സർക്കാർ അഭിഭാഷകൻ ഗംഗേശാനന്ദയുടെ ജാമ്യഹർജിയെ ശക്തമായി എതിർത്തു. പെൺകുട്ടിയെ ബ്രെയിൻ മാപ്പിങ്ങിനും പോളിഗ്രാഫിനും വിധേയമാക്കണമെന്നാവശ്യപ്പെട്ട് പോലീസ് കോടതിയിൽ പുതിയ ഹർജി സമർപ്പിച്ചു. എല്ലാ ഹർജികളിലും വാദം കേട്ട കോടതി കേസ് വിധി പറയുന്നതിനായി നാളത്തേക്ക് മാറ്റി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. DGP ജേക്കബ് തോമസ് IMG ഡയറക്ടറായി ചുമതലയേറ്റു. പുതിയ തസ്തിക അപ്രധാനമല്ലെന്നും ജനഹിതമാണ് എൻ മനമെന്നും ചുമതലയേറ്റ ശേഷം അദ്ദേഹം പ്രതികരിച്ചു. ഇപ്പോൾ താൻ കൂട്ടിലല്ലെന്നും വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് നിന്നും മാറിയതിന്റെ കാര്യകാരണങ്ങൾ പുതിയ പുസ്തകത്തിലുണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. IMG ഡയറക്ടർ തസ്തിക കേഡർ പോസ്റ്റായി ഉയർത്തിയാണ് ജേക്കബ് തോമസിന് നിയമനം നൽകിയത്. 2.5 മാസത്തെ അവധിക്ക് ശേഷം IMG ഡയറക്ടറായിട്ടാണ് ജേക്കബ് തോമസ് സർവീസിലേക്ക് തിരിച്ചെത്തിയത്. IMG ഡയറക്ടർ തസ്തിക കേഡർ പോസ്റ്റായി ഉയർത്തിയാണ് ജേക്കബ് തോമസിന് സർക്കാർ നിയമനം നൽകിയത്. പുതിയ തസ്തിക അപ്രധാനമല്ലെന്നും ജനഹിതം എൻ മനമെന്നും ചുമതലയേറ്റ ശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. IMG ഡയറക്ടറുടെ ഒരു തസ്തിക അപ്രധാനമാണെന്ന് ആര് പറഞ്ഞു? IMG എന്ന് പറയുന്നത് വളരെ പ്രഗത്ഭരായ ആൾക്കാർ ഇരുന്ന് പോയ ഒരു സ്ഥലമാണ്. അത് ജനഹിതം എൻ മനം. താനിപ്പോൾ കൂട്ടിലല്ലെന്നും വിജിലൻസിൽ നിന്ന് മാറിയതിന്റെ കാര്യം പിന്നീട് പറയുമെന്നും ജേക്കബ് തോമസ് പറഞ്ഞു. പുതിയ പുസ്തകത്തിൽ ഇതുൾപ്പെടെയുള്ള കൂടുതൽ കാര്യങ്ങളും കാരണങ്ങളും ഉണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കാര്യവും കാരണവും കുറച്ച് കഴിയുമ്പോൾ പറയും. എന്തായാലും ഇപ്പം ഞാൻ കൂട്ടിലല്ലല്ലോ, കൂട്ടിലല്ല. ഓക്കെ, അല്ല, ഞാൻ നമ്മൾ ചില സമയത്ത് കൂട്ടിൽ കയറിയിരിക്കും, ചില സമയത്ത് കൂട്ടിന് പുറത്ത്. എവിടെ ആയാലും സന്തോഷം. സർവീസ് ചട്ടങ്ങൾക്ക് വിരുദ്ധമായാണോ പുസ്തകം എഴുതിയത് എന്ന ചോദ്യത്തിന് സിവിൽ സർവീസിൽ 2 കുട്ടിയെ പാടുള്ളൂ, മൂന്നാമതൊരു കുട്ടിയുണ്ടായാൽ എന്തു ചെയ്യുമെന്നും മൂന്നാമതൊരു കുട്ടി ഉണ്ടായിപ്പോയി എന്നതുമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. എല്ലാ വശങ്ങളും ഉൾക്കൊണ്ടുകൊണ്ടാണ് താൻ വിജിലൻസ് ഡയറക്ടറായി പ്രവർത്തിച്ചതെന്നും ജേക്കബ് തോമസ് വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ശ്രീവത്സം ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് പത്തനംതിട്ട നഗരസഭയിൽ നിന്നും മോഷണം പോയ ഫയലുകൾ തിരിച്ചുകിട്ടി. കുടുംബശ്രീ ഓഫീസിന് സമീപത്ത് ഉപേക്ഷിക്കപ്പെട്ട നിലയിലായിരുന്നു ഫയലുകൾ. ഫയൽ കാണാതായ സംഭവത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ച ഘട്ടത്തിലാണ് ഫയലുകൾ തിരിച്ചുകിട്ടിയത്. ശ്രീവത്സം ഗ്രൂപ്പ് പത്തനംതിട്ടയിൽ പണിതുകൊണ്ടിരിക്കുന്ന കെട്ടിടത്തെ സംബന്ധിച്ച ഫയലുകൾ കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു നഗരസഭയിൽ നിന്ന് കാണാതായത്. ഇതാണ് കുടുംബശ്രീ കെട്ടിടത്തിന്റെ പരിസരത്ത് നിന്നും ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയതും. ശ്രീവത്സം ഗ്രൂപ്പിൽ ആദായനികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയപ്പോൾ തന്നെ പത്തനംതിട്ടയിലെ കെട്ടിടം പണിയെക്കുറിച്ചും പരാതികൾ ഉയർന്നിരുന്നു. തുടർന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ച നഗരസഭാധ്യക്ഷ രജനി പ്രദീപ് ഫയലുകൾ ഉദ്യോഗസ്ഥരിൽ നിന്നും വാങ്ങി പരിശോധിക്കുകയും ചെയ്തു. ശനിയാഴ്ച പോലീസ് ഉദ്യോഗസ്ഥരെത്തി പരിശോധനയ്ക്ക് ഫയൽ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് നോക്കുമ്പോഴാണ് ഫയൽ നഷ്ടപ്പെട്ടതായി കാണുന്നത്. മോഷണമാണെന്ന സംശയത്തെ തുടർന്ന് നഗരസഭാധ്യക്ഷ പോലീസ് ചീഫിന് പരാതി നൽകുകയും ഈ പരാതിയിൽ അന്വേഷണം ആരംഭിച്ച ഘട്ടത്തിലാണ് ഫയലുകൾ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയതും. പൊതുമരാമത്ത് നിയമവും നഗരസഭാ കെട്ടിട നിർമ്മാണ നിയമവും ലംഘിച്ചാണ് കെട്ടിടം പണിക്ക് കഴിഞ്ഞ UDF കൗൺസിലിന്റെ കാലത്ത് അനുമതി നൽകിയതെന്നാണ് പരാതി. മാത്രവുമല്ല, പണി പൂർത്തിയാകാത്ത 4 നില കെട്ടിടത്തിന് നഗരസഭാ എഞ്ചിനീയറും മറ്റു ഉദ്യോഗസ്ഥരും ചേർന്ന് പണി പൂർത്തിയായതായി സർട്ടിഫിക്കറ്റും നൽകിയിരുന്നു. റിംഗ് റോഡ് പരിസരത്ത് വയൽ നികത്തി കെട്ടിടം പണിയുന്നതിന് നിലവിലെ നിയമം അനുമതി നൽകാത്ത ഘട്ടത്തിൽ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് റവന്യൂ വകുപ്പ് പ്രത്യേക അനുമതി നൽകുകയായിരുന്നെന്നാണ് വിവരം. ഫയൽ കാണാതായ സംഭവത്തിന് ഉത്തരവാദികളെ ഉടൻ കണ്ടെത്തുമെന്ന് പോലീസും വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. പുതുവൈപ്പിൽ IOC പ്ലാന്റിനെതിരെ നടക്കുന്ന സമരം ഒത്തുതീർപ്പാക്കാൻ മുഖ്യമന്ത്രി വിളിച്ച ചർച്ച തിരുവനന്തപുരത്താണെങ്കിൽ പങ്കെടുക്കില്ലെന്ന് സമരസമിതി. ചർച്ച കൊച്ചിയിലാണെങ്കിൽ പങ്കെടുക്കാമെന്നും സമരസമിതിക്കാർ അറിയിച്ചു. അതേസമയം സമരത്തിനു പിന്നിൽ ചില തീവ്ര സംഘടനകളുടെ പങ്കുണ്ടോ എന്ന് അന്വേഷിക്കുമെന്ന് റൂറൽ SP വ്യക്തമാക്കി.
പുതുവൈപ്പിൽ IOCയുടെ പുതിയ സംഭരണ പ്ലാന്റിനെതിരെ സമരം നടത്തുന്നവരും പോലീസും തമ്മിൽ കഴിഞ്ഞ ദിവസം ഏറ്റുമുട്ടിയിരുന്നു. ഈ സാഹചര്യത്തിൽ പ്രശ്നപരിഹാരത്തിനായി ഈ മാസം 21-ന് മുഖ്യമന്ത്രി ചർച്ച വിളിച്ചിട്ടുണ്ട്. മാത്രമല്ല, ചർച്ച നടക്കുന്ന ദിവസം വരെ പ്ലാന്റിന്റെ നിർമ്മാണം നിർത്തിവെക്കുന്നതായി IOC അധികൃതർ ജില്ലാ കളക്ടറെ അറിയിക്കുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിലാണ് ചർച്ച തിരുവനന്തപുരത്താണെങ്കിൽ തങ്ങൾ പങ്കെടുക്കില്ലെന്ന നിലപാടുമായി സമരസമിതി രംഗത്തെത്തിയിരിക്കുന്നത്. കൊച്ചിയിലാണ് ചർച്ചയെങ്കിൽ പങ്കെടുക്കാമെന്നും സമരസമിതി നിലപാടറിയിച്ചു. അതേസമയം സമരത്തിന് പിന്നിൽ ചില തീവ്ര സംഘടനകൾക്ക് പങ്കുണ്ടോ എന്ന് സംശയിക്കുന്നതായി റൂറൽ SP AV ജോർജ് പറഞ്ഞു. ഇക്കാര്യം പ്രത്യേകം അന്വേഷിക്കുമെന്നും SP വ്യക്തമാക്കി. സമരക്കാർക്ക് നേരെ കഴിഞ്ഞ ദിവസമുണ്ടായ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് വൈപ്പിനിൽ UDF ഹർത്താൽ ആചരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പുതുവൈപ്പിൻ സംഭവത്തിൽ കുറ്റക്കാരായ പോലീസുകാർക്കെതിരെ നടപടിയെടുക്കണമെന്ന് കാനം രാജേന്ദ്രൻ. തീവ്രവാദമെന്നും ആരോപിക്കുന്നത് വീഴ്ച മറച്ചുവെക്കാനാണെന്നും കാനം പറഞ്ഞു. പുതുവൈപ്പിൽ കഴിഞ്ഞ 2-3 ദിവസക്കാലമായി നടന്നുകൊണ്ടിരിക്കുന്ന നരനായാട്ടമാണ്. അതിൽ ഉത്തരവാദികളായ ഉദ്യോഗസ്ഥരുടെ പേരിൽ നടപടിയെടുത്തുകൊണ്ട് ഈ കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കണം. സമരസമിതിയുമായി ചർച്ച ചെയ്ത് എങ്ങനെ ഇനി മുന്നോട്ട് പോകണം എന്നതിനെ സംബന്ധിച്ച് ഒരു ധാരണയില്ല പറഞ്ഞു. വികസന കാര്യത്തിൽ പിണറായി അഭിനന്ദിച്ച് O രാജഗോപാൽ. പിണറായിയുടേത് വികസനത്തിൽ കക്ഷി രാഷ്ട്രീയത്തെ നോക്കാതെയുള്ള നിലപാടുകളാണെന്ന് രാജഗോപാൽ കോഴിക്കോട് പറഞ്ഞു. ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും ആ സഹകരണ വികസനത്തിന്റെ കാര്യത്തിൽ കക്ഷി രാഷ്ട്രീയം നോക്കേണ്ട ആവശ്യമില്ല എന്നുള്ള ഒരു നിലപാട് സ്വീകരിച്ച് കാണുന്നതിൽ സന്തോഷമുണ്ട്. മെട്രോ യാത്രയിൽ കുമ്മനം നുഴഞ്ഞുകയറിയതല്ലെന്ന് O രാജഗോപാൽ. മെട്രോ യാത്ര ഔദ്യോഗിക പരിപാടി ആയിരുന്നില്ലെന്നും അതുകൊണ്ട് പ്രോട്ടോകോൾ ലംഘനമില്ലെന്നും കുമ്മനം പറഞ്ഞു. ഏതെങ്കിലും ചില പ്രത്യേക പ്രദേശങ്ങളിൽ നിയമസമാധാനം പരിപാലിക്കാൻ തുടർച്ചയായിട്ട് വീഴ്ച വരുത്തുന്ന സാധിക്കാത്ത സാഹചര്യം ഉണ്ടാകുമ്പോൾ അവിടെ ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവേഴ്സ് ആക്ട് എന്നുള്ള നിയമം അനുസരിച്ച് നിയമസമാധാനത്തിൻ്റെ പരിപാലിക്കുന്നതിൻ്റെ ചുമതല ആ ജില്ലയിൽ പട്ടാളത്തെ ഏൽപ്പിക്കുക എന്ന് മാത്രമാണ് പോംവഴിയായിട്ടുള്ളത്. ഭാഗ്യവശാൽ കണ്ണൂരിൽ പട്ടാളത്തിൻ്റെ ക്യാമ്പുണ്ട്. പോലീസിനെ കൊണ്ട് സാധ്യമല്ല. പോലീസിൻ്റെ പൂർണ്ണമായ നിയന്ത്രണം കണ്ണൂർ ജില്ലയിലെ മാർക്സിസ്റ്റ് നേതാക്കന്മാരുടെ കൈകളിലാണ്. അഫ്ഗാനിസ്ഥാനിലെ IS കേന്ദ്രത്തിൽ മലയാളി യുവാവ് കൊല്ലപ്പെട്ടതായി ടെലിഫോൺ സന്ദേശം. പാലക്കാട് മംഗലശ്ശേരി സ്വദേശി സജീർ കൊല്ലപ്പെട്ടതായി കാസർഗോഡ് പടന്ന സ്വദേശിക്കാണ് സന്ദേശം ലഭിച്ചത്. അഫ്ഗാനിലെ IS കേന്ദ്രത്തിലുള്ള അഷ്ഫാഖ് മജീദാണ് പടന്ന സ്വദേശിക്ക് സജീറിന്റെ ഫോട്ടോ ഉൾപ്പെടെയുള്ള സന്ദേശം അയച്ചത്. നേരത്തെയും അഷ്ഫാഖ് IS കേന്ദ്രത്തിൽ നിന്ന് സന്ദേശങ്ങൾ അയച്ചിട്ടുണ്ട്. കോഴിക്കോട് CPM ജില്ലാ കമ്മിറ്റി അംഗം KK ദിനേശിന്റെ വീടിന് നേരെ ബോംബെറിഞ്ഞ സംഭവത്തിൽ BJP പ്രവർത്തകൻ കസ്റ്റഡിയിൽ. ദിനേശിന്റെ കുറ്റ്യാടി മൊകേരിയുടെ വീടിന് നേരെയാണ് ബോംബെറിഞ്ഞത്. തലനാരിഴയ്ക്കാണ് വൻ ദുരന്തമൊഴിവായത്. ആക്രമണത്തിൽ വീടിന്റെ മുൻഭാഗം തകർന്നിട്ടുണ്ട്. CPIM കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗവും കർഷക തൊഴിലാളി യൂണിയൻ ജില്ലാ സെക്രട്ടറിയുമായ KK ദിനേശിന്റെ വീടിന് നേരെ പുലർച്ചെ 2:30 മണിയോടെയാണ് അക്രമികൾ ബോംബെറിഞ്ഞത്. കുറ്റ്യാടി മൊകേരിയിലെ വീടിന് നേരെ 2 സ്റ്റീൽ ബോംബുകളാണ് എറിഞ്ഞത്. ആക്രമണത്തിൽ വീടിന്റെ 2 നിലകളിലെയും വാതിലുകൾ തകർന്നു. മുൻഭാഗത്തെ ഭിത്തിയും ടൈൽസും ഇളകിയിട്ടുണ്ട്. ബൈക്കിലെത്തിയ BJP പ്രവർത്തകരാണ് ആക്രമണം നടത്തിയത്. ഉഗ്രസ്ഫോടനമാണ് നടന്നതെന്നും രാഷ്ട്രീയ വിരോധമാണ് അക്രമത്തിന് പിന്നിലെന്നും KK ദിനേശൻ പറഞ്ഞു. RSSനും BJPക്കും യൂണിറ്റോ പ്രവർത്തകരോ ഇല്ലാത്ത ഈ പ്രദേശത്ത് വളരെ ആസൂത്രിതമായാണ് ഇങ്ങനെയൊരു ആക്രമണത്തിന് മുതിർന്നിട്ടുള്ളത്. CPIMന്റെ ജില്ലാ കമ്മിറ്റി അംഗവും കർഷക തൊഴിലാളി യൂണിയൻ്റെ ജില്ലാ സെക്രട്ടറിയുമായി പ്രവർത്തിക്കുന്ന ആൾ എന്ന നിലയിൽ എൻ്റെ വീടിനെ ലക്ഷ്യം വെച്ചും വ്യക്തിപരമായി ലക്ഷ്യം വെച്ചും നടത്തിയിരിക്കുന്ന ആക്രമണത്തിൻ്റെ ഭാഗമാണിത്. സംഭവവുമായി ബന്ധപ്പെട്ട് BJP പ്രവർത്തകൻ ബിപിൻ ദാസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇയാൾ നേരത്തെ പോലീസിനെ ആക്രമിച്ച കേസിലും പ്രതിയാണ്. നേരത്തെ CPIM ജില്ലാ സെക്രട്ടറി P മോഹനൻ മാസ്റ്റർക്ക് നേരെയും BJP RSS പ്രവർത്തകർ ബോംബാക്രമണം നടത്തിയിരുന്നു. ജില്ലയിൽ സംഘർഷമുണ്ടാക്കാനുള്ള ആസൂത്രിത നീക്കമാണ് RSS നടത്തുന്നതെന്ന് വീട് സന്ദർശിച്ച P മോഹനൻ മാസ്റ്റർ പറഞ്ഞു. യാതൊരു സംഘർഷവും ഇല്ലാത്തൊരു മേഖലയാണിത്. ഇവിടെ സംഘർഷങ്ങൾ കുത്തിപ്പൊക്കി CPMന്റെ അണികളെ, പ്രവർത്തകരെ എല്ലാം പ്രകോപിതരാക്കുന്നതിനാണ് ഈ ഗൂഢാലോചന എന്നുള്ളത് വ്യക്തമാണ്.
അക്രമം അവസാനിപ്പിക്കണമെന്ന സമാധാനയോഗ തീരുമാനം കാറ്റിൽ പറത്തിയാണ് CPIM നേതാവിന്റെ വീടിന് നേരെ ആക്രമണം നടത്തിയത്. ആക്രമണ വിവരമറിഞ്ഞ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും CPIM പ്രവർത്തകരും KK ദിനേശന്റെ വീട്ടിലേക്ക് എത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൊച്ചിയിൽ വിവാഹ അഭ്യർത്ഥന നിരസിച്ചെന്ന് ആരോപിച്ച് യുവതിക്ക് നേരെ ആക്രമണം. യുവതിയുടെ കഴുത്തിന് മുറിവേറ്റു. ആക്രമണം നടന്ന മണിക്കൂറുകൾക്കകം പ്രതി പോലീസിന്റെ പിടിയിലായി. കോതമംഗലം സ്വദേശി ശ്യാമാണ് പിടിയിലായത്. രാവിലെ 6 മണിയോടെയാണ് സംഭവം. കലൂർ ദേശാഭിമാനി ജംഗ്ഷന് സമീപം സ്വകാര്യ ലാബിൽ ജോലി ചെയ്തിരുന്ന പെൺകുട്ടിയാണ് ആക്രമിക്കപ്പെട്ടത്. ബൈക്കിലെത്തിയ യുവാവ് പെൺകുട്ടിയെ പെയിന്റ് മിക്സിന് ഉപയോഗിക്കുന്ന പുട്ടി ബ്ലേഡ് ഉപയോഗിച്ച് കഴുത്തിന് പിന്നിൽ കുത്തി മുറിവേൽപ്പിക്കുകയായിരുന്നു. കുട്ടിയുടെ കരച്ചിൽ കേട്ട് ഓടിക്കൂടിയ നാട്ടുകാർ പെൺകുട്ടിയെ ആശുപത്രിയിലെത്തിച്ചു. അതേസമയം യുവാവ് ബൈക്കിൽ കടന്നു കളഞ്ഞു. പെൺകുട്ടിയെ കഴുത്തറുത്ത് കൊലപ്പെടുത്താനായിരുന്നു യുവാവിന്റെ ശ്രമമെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. കൈ കിട്ടിയ ബാറായിട്ട് അവിടെ നിന്ന് ഓടി ഈ 3 നിലയെന്ന് സ്റ്റെപ്പ് ഓടി ഇറങ്ങി ഞാൻ താഴെ വന്ന് അവിടെ നിന്ന് തന്നെ അലറിയപ്പോഴേക്കും ഇവൻ ആ അലർച്ചയിൽ ഇവൻ്റെ ആ ഉദ്യമത്തിൽ നിന്ന് അവൻ പിൻവാങ്ങുകയുണ്ടായത്. അപ്പോൾ ഇവളുടെ കൂടെ ഈ പെൺകുട്ടിയുടെ കൂടെ വർക്ക് ചെയ്യുന്നൊരു പെൺകുട്ടിയാണ്, ഒരു മണിപ്പൂരികാരിയാണ്. അവള് ഇവനെ പ്രതിരോധിക്കാനായിട്ട് നല്ലവണ്ണം ശ്രമിക്കുന്നുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ ശ്രമം ആ തക്ക സമയത്ത് അത് ഉപകരിച്ചു എന്ന് വേണം പറയാനായിട്ട്. ഞാൻ ഈ ബാറായിട്ട് ഓടി വന്നെ കണ്ടിട്ടാണ് അവൻ പെട്ടെന്ന് ബൈക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് നിർത്തിയിട്ടുണ്ടാവണമെന്ന് പ്രതീക്ഷിക്കണം. കാരണം അത്ര വേഗത്തിൽ അവനവിടെ നിന്ന് സ്കിപ്പായി പോയി. അതാണ് ഉണ്ടായത്. ബോഡി വന്നില്ലായിരുന്നെങ്കിൽ മുടി ചുറ്റി പിടിച്ചവൻ കഴുത്തറുത്തെടുക്കാനുള്ള ശ്രമത്തിലായിരുന്നു. ആക്രമണത്തിന് ശേഷം ഒളിവിൽ പോകാൻ ശ്രമിച്ച കോതമംഗലം സ്വദേശി ശ്യാമിനെ മണിക്കൂറുകൾക്കുള്ളിൽ പോലീസ് പിടികൂടി. പെൺകുട്ടിയും ഇയാളും തമ്മിൽ അടുപ്പത്തിലായിരുന്നുവെന്നും വിവാഹാഭ്യർത്ഥന നിരസിച്ചതിലുള്ള വൈരാഗ്യമാണ് ആക്രമണത്തിന് പ്രേരിപ്പിച്ചതെന്നും പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി. അതേസമയം പരിക്കേറ്റ പെൺകുട്ടിക്ക് അടിയന്തര ശസ്ത്രക്രിയ നടത്തി. കുട്ടിയുടെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ടെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഉദയകുമാർ ഉരുട്ടിക്കൊലക്കേസിന്റെ വിചാരണ വേളയിൽ നാടകീയ രംഗങ്ങൾ. വിചാരണ മാറ്റിവെക്കണമെന്നാവശ്യപ്പെട്ട് കേസിലെ മുഖ്യസാക്ഷി സുരേഷ് കുമാർ കോടതിയിൽ ഹർജി സമർപ്പിച്ചു. ഹർജി തള്ളിയ കോടതി സാക്ഷിയെ അറസ്റ്റ് ചെയ്യാൻ വാറണ്ട് പുറപ്പെടുവിച്ചു. തൊട്ടുപിന്നാലെ സുരേഷ് കുമാറിനെ പോലീസ് കോടതി വളപ്പിൽ നിന്നും പിടികൂടി CBI ഏൽപ്പിച്ചു. കേസ് അട്ടിമറിക്കാനാണ് നീക്കം നടക്കുന്നതെന്നാണ് CBIക്ക് സംശയം. തിരുവനന്തപുരം CBIയുടെ പ്രത്യേക കോടതിയിലാണ് ഉദയകുമാർ ഉരുട്ടിക്കൊലക്കേസിന്റെ വിചാരണ ആരംഭിച്ചത്. കേസിലെ മുഖ്യസാക്ഷിയായിരുന്ന സുരേഷ് കുമാറിന്റെ സാക്ഷി വിസ്താരമാണ് ഇന്ന് നടക്കേണ്ടിയിരുന്നത്. എന്നാൽ വിചാരണ മാറ്റിവെക്കണമെന്നാവശ്യപ്പെട്ട് സുരേഷ് കുമാർ കോടതിയെ സമീപിച്ചതിനെ തുടർന്ന് ഇന്നത്തെ വിചാരണാ നടപടികൾ മുടങ്ങി. സുരേഷ് കുമാറിന്റെ ആവശ്യം നിരസിച്ച കോടതി സാക്ഷിക്ക് വാറണ്ട് അയക്കാനും തീരുമാനിച്ചു. തുടർന്ന് പോലീസ് നടത്തിയ തിരച്ചിലിൽ സുരേഷ് കുമാറിനെ വഞ്ചിയൂർ കോടതി വളപ്പിൽ നിന്നും പിടികൂടി. പോലീസ് കസ്റ്റഡിയിലെടുത്ത സാക്ഷിയെ CBIക്ക് കൈമാറി. നീണ്ട 12 വർഷങ്ങൾക്ക് ശേഷമാണ് ഉദയകുമാർ ഉരുട്ടിക്കൊലക്കേസിന്റെ വിചാരണ നടപടികൾ ആരംഭിച്ചത്. 2005 സെപ്റ്റംബർ 27-ന് UDF മന്ത്രിസഭയുടെ കാലത്താണ് തിരുവനന്തപുരം ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഉദയകുമാർ മർദ്ദനമേറ്റ് കൊല്ലപ്പെട്ടത്. മോഷ്ടാക്കളെന്നാരോപിച്ച് ഉദയകുമാറിനെയും സുരേഷിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്ത് മർദ്ദിക്കുകയായിരുന്നു. CI അജിത് കുമാർ, DYSP EK സാബു, TK ഹരിദാസ് എന്നിവരും കോൺസ്റ്റബിൾമാരായ ജിതകുമാർ, ശ്രീകുമാർ, രവീന്ദ്രൻ നായർ എന്നിവരുമാണ് കേസിലെ പ്രതികൾ. ഉദയകുമാറിനെ ഉരുട്ടിക്കൊല്ലുകയും ഉന്നത ഉദ്യോഗസ്ഥർ തെളിവ് നശിപ്പിക്കുകയും ചെയ്തു എന്നാണ് CBI കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറയുന്നത്. ഉദയകുമാറിനൊപ്പം പോലീസ് അറസ്റ്റ് ചെയ്ത സുരേഷ് കുമാറും 7ഓളം പോലീസ് ഉദ്യോഗസ്ഥരുമാണ് കേസിലെ പ്രധാന സാക്ഷികൾ. 1 മാസത്തെ വിചാരണയാണ് കോടതി നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. S. ജീവൻകുമാർ, തിരുവനന്തപുരം. സംസ്ഥാനത്ത് പനി വ്യാപകമാകുന്നത് തടയാനുള്ള സന്നദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാൻ മുഴുവൻ പാർട്ടി ഘടകങ്ങളും വർഗ ബഹുജന സംഘടനകളും അനുഭാവികളും സജീവമായി രംഗത്തിറങ്ങണമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. വീടും പരിസരവും പൊതുസ്ഥലങ്ങളും ശുചീകരിക്കാൻ ഓരോ പ്രദേശത്തും ബഹുജനങ്ങളെ പങ്കെടുപ്പിച്ച് സന്നദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം. പനി വ്യാപിക്കുന്നത് തടയാനുള്ള ശ്രമങ്ങൾ ഗവൺമെന്റ് ആരംഭിച്ചിട്ടുണ്ട്. ഓരോ പ്രദേശത്തെയും ആരോഗ്യ പ്രവർത്തകരെയും സന്നദ്ധ സംഘടനാ പ്രവർത്തകരെയും തദ്ദേശ സ്ഥാപനങ്ങളെയും ബന്ധപ്പെട്ട് വ്യാപകമായ ബോധവൽക്കരണവും ശുചീകരണ പ്രവർത്തനങ്ങളും ഏറ്റെടുക്കാൻ പാർട്ടി ഘടകങ്ങളും ബഹുജന സംഘടനകളും തയ്യാറാകണമെന്നും കോടിയേരി ബാലകൃഷ്ണൻ പ്രസ്താവനയിൽ അഭ്യർത്ഥിച്ചു. കൊച്ചി മെട്രോ ഇന്നു മുതൽ പൊതുജനങ്ങൾക്ക് സ്വന്തം. രാവിലെ 6 മണി മുതൽ മെട്രോ സർവീസ് ആരംഭിച്ചു. ആദ്യ ദിനം തന്നെ മെട്രോയിൽ യാത്ര ചെയ്യാൻ സ്റ്റേഷനുകളിൽ നീണ്ട നിര തന്നെയായിരുന്നു. ഉത്സവ ലഹരിയിലായിരുന്നു മലയാളികൾ സ്വന്തം മെട്രോയിലെ യാത്ര ആസ്വദിച്ചത്. ഉച്ചയ്ക്ക് 2 മണി വരെയുള്ള കണക്ക് പ്രകാരം 30,000-ഓളം പേർ മെട്രോയിൽ യാത്ര ചെയ്തു. പുലർച്ചെ 5 മണി മുതൽ നീണ്ട വലിയ ക്യൂവിൽ ക്ഷമയോടെ കാത്തിരിപ്പ്. പിന്നീട് 6 മണിയോടെ ആരംഭിക്കുന്ന ആദ്യ സർവീസിൽ കയറാനുള്ള തിടുക്കം. പാലാരിവട്ടത്തു നിന്നും ആലുവയിൽ നിന്നും 6:10 ആദ്യ സർവീസിന് സൈറൺ മുഴങ്ങി. അങ്ങനെ കൊച്ചി മെട്രോ മറ്റൊരു ചരിത്രത്തിലേക്ക് കൂകിപ്പാഞ്ഞു. കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല. കേരളത്തിന്റെ അഹങ്കാരമായി കൊച്ചി മെട്രോ പൊതുജനങ്ങൾക്ക് സ്വന്തം.
മെട്രോ എന്ന സ്വപ്നം അനുഭവിക്കാനെത്തിയവരാകട്ടെ ഉത്സവ ലഹരിയിലും. ഒത്തിരി സന്തോഷമുണ്ട് ഇത് മെട്രോയിൽ ഇങ്ങനെ യാത്ര ചെയ്യാൻ പറ്റിയത്. ഇത് കൊച്ചിക്ക് മാത്രമല്ല കേരളത്തിന് ആകെ ഒരു അഭിമാനമായ നിമിഷമാണ്. ഒരു ചരിത്രയാത്രയുടെ ഭാഗമാകാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. കൊച്ചി അറബിക്കടലിലെ റാണിയാണല്ലോ കൊച്ചി. ആ റാണിക്ക് ഒരു നല്ല തിലകക്കുറിയാണത്. ഇതൊരു സ്വർഗീയ അനുഭവമാണ്. സ്വർഗത്തിലൊരു ബസ്സിലേക്ക് കയറിയ പോലത്തെ ഒരു അനുഭവമാണ്. കേരളത്തിലെ ജനങ്ങൾക്ക് വളരെ ഗുണകരമായ ഒരു നടപടിയാണ്. നഗരത്തിന്റെ ആകാശക്കാഴ്ചകൾ കണ്ട് നീങ്ങുന്ന യാത്രക്കാർ സ്വന്തം മെട്രോയെ നെഞ്ചിലേറ്റി സ്വീകരിച്ചു. വാക്കുകളിൽ ഒതുങ്ങാത്ത ആസ്വാദനത്തിലായിരുന്നു അവർ. തീർച്ചയായിട്ടും ഞങ്ങൾ നല്ല ത്രില്ല, അടിപൊളി യാത്രയാണ്. രാവിലെ വന്നതിന് വേണ്ടിയിട്ട് വളരെ വേറെ ട്രെയിൻസിലെ യാത്ര ചെയ്തിട്ടുണ്ട് ഞാൻ. അത് എല്ലാം അതുപോലെ തന്നെയുണ്ട്. വളരെ നന്നായിരുന്നു. നേരത്തെ എക്സാമിന് വേണ്ടി വന്ന ഇവിടെ, അപ്പോൾ അവിടുന്ന് എറണാകുളത്ത് ഇവിടുത്തെ ആലുവ വരെ വന്നു. നാടിനെ സംബന്ധിച്ചിടത്തോളം അനുഗ്രഹകരമായ ഒരു മുന്നേറ്റമാണിതെന്ന് പറയാതിരിക്കുവാൻ നിർവാഹമില്ല. ആലുവ മുതൽ പാലാരിവട്ടം വരെ 11 സ്റ്റേഷനുകളിലൂടെ ദിവസേന 9 മിനിറ്റ് ഇടവിട്ട് 219 സർവീസുകളാണ് നടത്തുക. യാത്രക്കാർക്കായി ആലുവയിലും ഇടപ്പള്ളിയിലും കളമശ്ശേരിയിലും KSRTCയുടെ ഫീഡർ സർവീസും ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും ഇനി കൊച്ചിയിലെത്തുന്നവർക്ക് മെട്രോയുടെ യാത്രാ സൗന്ദര്യവും ആസ്വദിച്ച് മടങ്ങാം. ഇനി മുതൽ കൊച്ചി മെട്രോ പൊതുജനങ്ങൾക്ക് സ്വന്തം. മെട്രോയുടെ യാത്രാ സൗന്ദര്യം ആസ്വദിച്ചതിന്റെ ആഹ്ലാദത്തിലാണ് ഇവർ. ക്യാമറമാൻ രജിത്തിനൊപ്പം CB ജോസഫ്. ഒരുപാട് പ്രയാസങ്ങൾക്ക് വിധേയരായി ജനങ്ങൾ ആരും ശ്രദ്ധിക്കാതെ ബുദ്ധിമുട്ടിൽ ജീവിക്കുന്ന മണ്ണിന്റെ മക്കളുണ്ടാകും. മണ്ണിന്റെ മക്കളുടെ പ്രയാസങ്ങൾ പരിഹരിച്ചു കൊടുക്കേണ്ടത് നിങ്ങളാ. അവർക്ക് ഭക്ഷണം നൽകേണ്ടത് മണ്ണിന്റെ മക്കളായിട്ടുള്ള അഗതികൾക്ക് എന്നിട്ട് വിശ്വാസം ഉൾക്കൊള്ളുക. ഈ പ്രവർത്തനങ്ങളൊക്കെ നിർവഹിക്കുന്നതോടൊപ്പം വിശ്വാസികളും ക്ഷമ കൊണ്ടും കാരുണ്യം കൊണ്ടും പരസ്പരം ഉപദേശിക്കുന്നവരുമായി മാറും.